കോഴിക്കോട് ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളോട് അവഗണന തുടർന്ന് മലബാർ ദേവസ്വം ബോർഡ്. മണ്ഡല മകരവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് സൗകര്യം നിഷേധിച്ചു. ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഭക്ഷണ വിതരണത്തിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. മണ്ഡല മകരവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. വിദൂര സ്ഥലങ്ങളിൽ നിന്നടക്കം വൃശ്ചിക പുലരിയിൽ എല്ലാ വർഷവും ആയിരക്കണക്കിന് ഭക്തർ എത്തുന്നത് പതിവാണ്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായിരുന്നില്ല. ഇത് കണക്കിലെടുത്താണ് ലോകനാർക്കാവ് ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ പ്രഭാത ഭക്ഷണം ഒരുക്കിയത്. എന്നാൽ ദേവസ്വം സ്ഥലം ഇതിനായി വിട്ടു നൽകാൻ അധികൃതർ തയ്യാറായില്ല. ദേവസ്വം ബോർഡ് ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ അധികൃതർ കേവലം 200 പേർക്ക് മാത്രമാണ് ഭക്ഷണം ഒരുക്കിയിരുന്നത്. ആനപ്രേമി സംഘം മറ്റൊരു സ്ഥലത്തൊരുക്കിയ പ്രഭാത ഭക്ഷണമാണ് പിന്നീട് ഭക്തർക്ക് ആശ്വാസമായത്. കഴിഞ്ഞ മാസം വില്ലുവപ്പള്ളി പഞ്ചായത്തിന്റെ ഹരിത പ്രഖ്യാപനത്തിന് ക്ഷേത്രത്തിന്റെ ചെമ്പൈ സംഗീതോത്സവ ഹാള് വിട്ടുകൊടുത്തിരുന്നു. ദേവസ്വം ഭൂമിയിൽ ശുചിത്വ മിഷന്റെ പേരിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭക്തജന സംഘടനകളുടെ പരിപാടികൾക്ക് മാത്രം ദേവസ്വം ബോർഡ് അയിത്തം കൽപ്പിക്കുന്നത് ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിന്റെ ഒത്താശയോടെയെന്ന വിമർശനം ശക്തമാണ്. ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച ബോർഡുകളിൽ ഹരിത വിനോദസഞ്ചാര കേന്ദ്രം എന്ന് സൂചിപ്പിച്ചതും നേരത്തെ ഭക്തരുടെ എതിർപ്പിന് കാരണമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പരിപാവനത കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് അധികൃതർ നടത്തുന്നതെന്ന വിമർശനം ഇതിനകം ശക്തമായി കഴിഞ്ഞു. ജനം, കോഴിക്കോട്.